തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇന്ന് താരമൂല്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് നടിമാരാണ് നയൻതാരയും മഞ്ജു വാര്യരും. ലേഡി സൂപ്പർ സ്റ്റാർസ് എന്നാണ് ഇരുവരെയും ആരാധകർ വിളിക്കുന്നത്. കരിയറിൽ നയൻതാരയേക്കാൾ സീനിയറാണ് മഞ്ജു. പക്ഷേ വർഷങ്ങളുടെ ഇടവേള മഞ്ജു വാര്യരുടെ കരിയറിൽ വന്നിട്ടുണ്ട്. നയൻതാര അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോഴേക്കും മഞ്ജു സിനിമാ രംഗം വിട്ടിരുന്നു. പിന്നീട് ഒരു പതിറ്റാണ്ടിലേറെ കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും നയൻതാര താരറാണിയായി മാറിയിട്ടുണ്ട്. മലയാളത്തിൽ താൻ ഉപേക്ഷിച്ചു പോയ സ്ഥാനം അതേപോലെ മഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ മഞ്ജു പിന്നീട് സജീവമായി. ഇന്ന് തമിഴകത്തും മഞ്ജു വാര്യർ സാന്നിധ്യം അറിയിക്കുന്നു. ഇതുവരെ ചെയ്ത അസുരൻ, തുനിവ് എന്നീ രണ്ട് സിനിമകളും വൻ ഹിറ്റാണ്. രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തമിഴകത്തെ മഞ്ജു വാര്യരുടെ വളർച്ച നയൻതാരയ്ക്ക് ഭീഷണിയാണെന്ന് നേരത്തെ വാദങ്ങൾ വന്നിരുന്നു. എന്നാൽ നയൻതാരയും മഞ്ജു വാര്യരും നല്ല സുഹൃത്തുക്കളാണ്. നയൻസിന്റെ ആരാധികയാണ് താനെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട്. നയൻതാരയുടെയും വിഘ്നേഷിന്റെയും വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മഞ്ജു വാര്യർ പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിഘ്നേഷിനും നയൻതാരയ്ക്കും ഒപ്പമിരുന്ന് സംസാരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു പങ്കുവച്ചത്. നേരത്തെ വുമൻസ് ഡേയിൽ മഞ്ജു വാര്യർ നയൻതാരയെ പ്രശംസിച്ചുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചിരുന്നു. സൂപ്പർ വുമൺ എന്നാണ് അന്ന് നടിയെ മഞ്ജു വിശേഷിപ്പിച്ചത്. നയൻതാരയും മഞ്ജു വാര്യരും തമ്മിലുള്ള സൗഹൃദം ആരാധകരിലും കൗതുകമുണ്ടാക്കുന്നുണ്ട്. മഞ്ജുവിന് പുറമെ മുൻനിര നായികാ നടിമാരിൽ സാമന്ത, ശ്രുതി ഹാസൻ എന്നിവരും നയൻതാരയുടെ സുഹൃത്തുക്കളാണ്. മലയാളത്തിലെ നടിമാരിൽ നയൻതാരയുമായി അടുത്ത സൗഹൃദമുള്ള നടൻ ദിലീപാണ്. നടിയുടെ വിവാഹത്തിന് ദിലീപ് എത്തിയിരുന്നു. ബോഡിഗാർഡ് എന്ന സിനിമയിൽ ഇരുവരും നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് നിർമ്മിച്ച 2020 എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ നടി തയ്യാറായി. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും നയൻതാര എത്തി. ദിലീപുമായുള്ള പേഴ്സണൽ സൗഹൃദം കൊണ്ടാണ് നയൻതാര അതിഥി വേഷം ചെയ്തത്. നയൻതാരയും ദിലീപും തമ്മിൽ ഇപ്പോൾ സൗഹൃദമില്ലേ എന്ന ചോദ്യവും ആരാധകർക്കുണ്ട്. കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ്. എന്നാൽ ഒടുവിൽ പുറത്തിറങ്ങിയ പവി കെയർടേക്കറും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മറുവശത്ത് നയൻതാരയും മഞ്ജു വാര്യരും കരിയറിലെ തിരക്കുകളിലാണ്. നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അന്നപൂരണിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മഞ്ജു വാര്യരുടെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.